ഹലോ നമസ്കാരം, ഞാൻ ബിന്ദു വിപിൻ. ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ ഏകദേശം അവസാനിക്കുന്ന ഒരു ടൈമാണല്ലോ അല്ലേ? ധാരാളം ചക്കക്കുരുവൊക്കെ വീട്ടിലുള്ള ഒരു ടൈമായിരിക്കും. ചക്കക്കുരു മാങ്ങയും വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഒഴിച്ചുകറിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി കുറച്ച് ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഒരു മാങ്ങയും തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. മാങ്ങയ്ക്ക് വേവ് കുറവായതുകൊണ്ട് ആദ്യം ചക്കക്കുരു നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിൽ വെച്ചിട്ടോ അടുപ്പത്ത് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും വേവിച്ചെടുക്കാം. ഞാൻ കുക്കറിലാണ് ചക്കക്കുരു വേവിച്ചത് കേട്ടോ. ചക്കക്കുരുവിൽ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല. ചക്കക്കുരു മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തു. ചക്കക്കുരു നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ. മാങ്ങ വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള നാളികേരം അരച്ചെടുക്കാം. 1/2 കപ്പ് നാളികേരം ചിരകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം. ഇനി ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. നാളികേരം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. ഇനി കുക്കർ തുറന്ന് നോക്കാം. കുക്കർ തുറന്നു. ചക്കക്കുരു മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മാങ്ങയൊന്നും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. ഇനി ഇത് അടുപ്പത്ത് വയ്ക്കാം. കറി തിളച്ച് തുടങ്ങി. ഇതിലേക്ക് അരച്ച നാളികേരം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കറിക്ക് എത്ര വെള്ളം വേണോ അത്രയും വെള്ളം ഇപ്പം ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മാങ്ങയും ചക്കക്കുരുവൊക്കെ ആയതുകൊണ്ട് നമ്മൾ കറി വാങ്ങി വെച്ച് കഴിയുമ്പോൾ വീണ്ടും കുറച്ചും കൂടെ ഒന്ന് തിക്കാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കുക. കറി നന്നായിട്ട് തിളച്ചു. ഈ സമയത്തിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറി തിളച്ചു. നാളികേരമൊക്കെ നന്നായിട്ട് വെന്തു. ഇനി ഇത് വാങ്ങി വെച്ചിട്ട് ഇതിലേക്ക് കടുക് വറുത്തിടണം. ഈ സമയത്ത് ഈ കറിയുടെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കണം. ഇനി കറി വാങ്ങി വയ്ക്കാം. കറി വറുത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 3 ഉണക്കമുളക് എടുക്കുന്നുണ്ട്. ഇത് പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാം. കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ റെഡിയാക്കി വെച്ചു. ഇനി അടുപ്പത്ത് ചീഞ്ചട്ടി വയ്ക്കാം. വറുത്തിടാൻ വേണ്ടി 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വറുത്തിടാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇനി കറിവേപ്പിലയും ഉണക്കമുളകും. ഇത് കറിയിലേക്ക് ചേർത്ത്. ഇനി ഈ കറി ഇളക്കാതെ 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ അടപ്പ് തുറന്ന് ഈ കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊരു സെർവിങ് ബൗളിലേക്ക് വിളമ്പാം. ചക്കക്കുരു മാങ്ങയും ഉപയോഗിച്ച് ഇതുപോലൊരു കറി ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ. വളരെ ടേസ്റ്റിയായ കറിയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.